മൺസൂൺ മഴ കുത്തനെ കുറഞ്ഞതോടെ കേരളം കടുത്ത വരൾച്ചാ ഭീഷണിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ സംസ്ഥാനത്ത് കാലവർഷം തുടങ്ങി 2.5 മാസം പിന്നിടുമ്പോഴും ആകെ ലഭിക്കേണ്ട മഴയുടെ പകുതി മാത്രമാണ് ലഭിച്ചത്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 15 വരെ ലഭിക്കേണ്ടിയിരുന്നത് 1556 മില്ലിമീറ്റർ മഴയാണ്. എന്നാൽ ലഭിച്ചതാകട്ടെ 877.1 മില്ലിമീറ്റർ മഴ മാത്രം. അതായത് സാധാരണ കിട്ടേണ്ടതിനേക്കാൾ 44% കുറവ് മഴയാണ് കേരളത്തിൽ ഇത്തവണ കിട്ടിയതെന്ന് ചുരുക്കം. ജൂലൈ പകുതിക്ക് ശേഷം സംസ്ഥാനത്ത് മെച്ചപ്പെട്ട മഴ കിട്ടിയിട്ടേയില്ല. അടുത്ത 2 മാസങ്ങളിൽ സംസ്ഥാനത്ത് കാര്യമായി മഴ പെയ്യാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തുന്നത്. ഇത് ഗുരുതര സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട്. ഇനിയും മഴ കിട്ടാൻ സാധ്യതയില്ലെന്ന നിഗമനം അതിരൂക്ഷമായ വേനലിന്റെ സൂചനയാണ് നമ്മുടെ സംസ്ഥാനത്ത് നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ 2016 ഉണ്ടായതിനേക്കാൾ വലിയ വരൾച്ച സംസ്ഥാനം ഇത്തവണ നേരിടേണ്ടി വരുമെന്ന് സാരം. ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്കിപ്പുറം 2018 ഓഗസ്റ്റിൽ ഈ ദിവസങ്ങളിലെല്ലാം കേരളം കടുത്ത പ്രളയക്കെടുതിയിലായിരുന്നു. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് കടുത്ത വരൾച്ച മുനമ്പിലാണ് നമ്മുടെ കേരളം. കൂടാതെ വരും മാസങ്ങളിൽ സംസ്ഥാനത്ത് വരൾച്ച രൂക്ഷമാകുമെന്ന സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗത്തിലെ പ്രമുഖർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. പസഫിക് സമുദ്രത്തിന് ചൂട് പിടിക്കുന്ന എൽനിനോ പ്രതിഭാസവും കാര്യമായ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടാത്തതും സംസ്ഥാന തീരത്ത് കാലവർഷക്കാറ്റിന്റെ കുറവുണ്ടായതുമാണ് കേരളത്തിൽ മഴ കുറയാനുള്ള പ്രധാന കാരണം. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തവണ ഏറ്റവും കുറവ് മഴ കിട്ടിയത് ഇടുക്കി ജില്ലയിലാണ്. 60% ജില്ലയിലെ മഴക്കുറവ്. സംസ്ഥാനത്തെ മഴ കുറയുന്നതോടെ വരൾച്ച കൂടാതെ വേറെയും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കടുത്ത വരൾച്ച കാർഷിക മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വെള്ളമില്ലാതെ ഞാറ്റുപാടങ്ങൾ വരണ്ടു കിടക്കുന്ന അവസ്ഥ. സമീപ ദിവസങ്ങളിൽ മഴയുണ്ടാകില്ലെന്ന പ്രവചനം കൂടിയായപ്പോൾ കർഷകരുടെ ആശങ്ക ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കൂടാതെ മഴക്കുറവ് വൈദ്യുതി ലഭ്യതയെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. മഴ കുറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടിവരുമെന്ന കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇനി ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനാണെങ്കിൽ കൂടിയ നിരക്കിൽ ബോർഡിന് വൈദ്യുതി വാങ്ങേണ്ടി വരുന്ന സാഹചര്യം. സംസ്ഥാനത്തെ ജലസംഭരണികളിലും ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. KSEBയുടെ ഉടമസ്ഥതയിലുള്ള ജലസംഭരണികളിൽ 37% മാത്രം വെള്ളമേ ഉള്ളൂ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലെ മഴയിലൂടെയാണ് സാധാരണ മെയ് വരെ ആവശ്യമായ വൈദ്യുതിക്ക് വെള്ളം ലഭിക്കുന്നത്. മഴക്കാലത്ത് അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച അയൽ സംസ്ഥാനങ്ങൾക്ക് വിറ്റിരുന്ന അവസ്ഥയിൽ നിന്നാണ് കേരളം ഈ സാഹചര്യത്തിൽ എത്തുന്നത്. മഴ പെയ്ത് ജലനിരപ്പ് ഉയർന്നില്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനം കടുത്ത പ്രതിസന്ധി നേരിടുമെന്ന ഉറപ്പാണ്. വരൾച്ച മുന്നിൽ കണ്ടുള്ള മുൻകരുതലുകൾ നടപടികൾ ഇപ്പോഴേ തുടങ്ങിയില്ലെങ്കിൽ അടുത്ത വേനൽക്കാലം കേരളത്തിന് കടുത്ത പരീക്ഷണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വരൾച്ച മുന്നിൽ കണ്ടുള്ള മുൻകരുതൽ നടപടികളിലേക്ക് കേരളം കടക്കണമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. വരൾച്ച പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായുള്ള ആദ്യഘട്ട പഠനത്തിലാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി.